നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ 3rd സെമസ്റ്റർ സബ്ജക്റ്റ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ക്വസ്റ്റ്യനാണ്. അങ്ങനെ എല്ലാ തവണയും കണ്ടുവരാത്തൊരു വെറൈറ്റി ക്വസ്റ്റ്യനാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. മൊഡ്യൂൾ 1 ഒരു ക്വസ്റ്റ്യനാണിത്. ഡിസ്കസ് ദ നീഡ് ഫോർ ഡാമ്പിങ് ഇൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്, അഥവാ ഡാമ്പിങ് ടോർക്ക് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റിൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതാണ് ഫസ്റ്റ് ഇവിടെ വരുന്നത്. 7 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അതിനുശേഷം പറയുന്നത് ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് ഡാമ്പിങ് സിസ്റ്റം സ്യൂട്ടബിൾ ഇൻ ഫോളോയിങ് ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് ജസ്റ്റിഫൈ ദ ആൻസർ. ഇനി താഴെ എന്ത് ചെയ്യുന്നുണ്ട്, AB എന്ന് പറഞ്ഞിട്ട് 2 ഇൻസ്ട്രുമെൻറ്റിൻ്റെ സ്പെസിഫിക്കേഷൻ തന്നിട്ടുണ്ട്. അതിലേത് ടൈപ്പ് ഡാമ്പിംഗ് ആണ് യൂസ് ചെയ്യുന്നത്, എന്തുകൊണ്ട് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ പൊതുവേ നമ്മളിത് കാണുമ്പോൾ എന്താണ്, ഇതൊരു പ്രോബ്ലം ആയിട്ട് നമുക്ക് തോന്നാറ്. പക്ഷേ എങ്കിൽ ഇതെന്താ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു തിയറി മോഡൽ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, എന്തിനാണ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റിൽ ഡാമ്പിംഗ് യൂസ് ചെയ്യുന്നത്? അപ്പോൾ ആൻസറായിട്ട് നമുക്ക് പറയാം. നോക്കിക്കേ, ഡാമ്പിംഗ് ഈസ് എസെൻഷ്യൽ ഇൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ടു എൻഷുവർ ദ മൂവിങ് സിസ്റ്റം കംസ് ടു റെസ്റ്റ്. അല്ലേ, മൂവിങ് സിസ്റ്റം നമുക്കറിയാം എന്താണ്, നമ്മുടെ ഇൻസ്ട്രുമെൻറ്റുകൾ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റിൽ എന്തുണ്ട്, സ്കെയിൽ ഉണ്ടാകും, മൂവിങ് പൈവോട്ട് ഉണ്ട്. അപ്പോൾ അതിൽ ഈ ഇൻഡിക്കേറ്റിംഗ് നീഡിൽ എന്ത് ചെയ്യണം, ഒരു വാല്യൂ എത്തിക്കഴിഞ്ഞാൽ, മെഷർ ചെയ്യേണ്ട വാല്യൂ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അവിടെ റെസ്റ്റിലായിരിക്കണം. അഥവാ അവിടെ സ്റ്റഡിയിൽ എന്തായിരിക്കണം, റെസ്റ്റിൽ നിൽക്കണം. അല്ലാതെ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, വൈബ്രേറ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ ഓസിലേഷൻ സംഭവിക്കാൻ പാടില്ല. അങ്ങനെ ഓസിലേഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, നമ്മൾ ഡാമ്പിംഗ് അല്ലെങ്കിൽ ഡാമ്പിംഗ് ടോർക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നോക്കിക്കേ, വിത്തൗട്ട് ഓസിലേറ്റിംഗ് അബൌട്ട് ഫൈനൽ ഡിഫ്ലക്ഷൻ പോയിൻറ്റിൽ ഓസിലേഷൻ ഇല്ലാതെ സ്റ്റഡിയായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഡാമ്പിങ് യൂസ് ചെയ്യുന്നത്. വിത്തൗട്ട് ഡാമ്പിങ് ദ പോയിൻ്റർ ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ് വുഡ് ഓസിലേറ്റ്. അല്ലേ, ഇനിയിപ്പോൾ ഡാമ്പിങ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് പ്രശ്നം, അവിടെ പോയിൻ്റർ എന്ത് ചെയ്യും, ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അത് കാരണം എന്തുണ്ടാകും, അവിടെ നമുക്ക് മേക്കിംഗ് റീഡിങ് അൺസ്റ്റേബിൾ ആൻഡ് ടൈം കൺസ്യൂമിങ്. ഓക്കെ, ഇനി ഓസിലേഷൻ സംഭവിച്ചാൽ, ഡാമ്പിങ് ഇല്ലാതെ ഓസിലേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്, നമുക്ക് റീഡിങ് അൺസ്റ്റേബിൾ ആയിരിക്കും, അതേപോലെ ടൈം കൺസ്യൂമിങ്ങും ആയിരിക്കും. ഓക്കെ, അടുത്ത അതിൻ്റെ രണ്ടാമത്തെ ഒരു സെക്ഷനായിരുന്നു പറയുന്ന സ്പെസിഫിക്കേഷൻ തന്നിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റിൽ ഏത് ടൈപ്പ് ഡാമ്പിംഗ് ആണ് യൂസ് ചെയ്യാറുള്ളത്. നോക്കാം. ഒന്നാമത്തെ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് ഏതാണ്, ഇവിടെ നോക്കിക്കേ, എ എന്ന് തന്നിട്ടുള്ളതാണ് 500 വോൾട്ട് 10 ആംപിയർ LPF അഥവാ ലോ പവർ ഫാക്ടർ ഇലക്ട്രോ ഡൈനാമോമീറ്റർ വാട്ട് മീറ്റർ. അല്ലേ, ഇലക്ട്രോ ഡൈനാമോമീറ്റർ വാട്ട് മീറ്റർ ആണ്. ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ഇവിടെ നമുക്ക് ഇലക്ട്രോ ഡൈനാമോമീറ്റർ വാട്ട് മീറ്റർ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം തന്നെ എഴുതാം, എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇലക്ട്രോ ഡൈനാമോമീറ്റർ വാട്ട് മീറ്റർ ഹാവ് മെറ്റാലിക് മൂവിങ് പാർട്സ് ആൻഡ് കോയിൽസ്. അല്ലേ, മെറ്റാലിക് മൂവിങ് പാർട്സും കോയിൽസും എന്തിലുണ്ട്, ഇലക്ട്രോ ഡൈനാമോമീറ്റർ വാട്ട് മീറ്ററിലുണ്ട്. ഇനി എഡ്ഡി കറൻ്റാണ് എഡ്ഡി കറൻറ്റ് ഡാമ്പിംഗ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരുന്നെങ്കിൽ എന്തുണ്ടാകും, സിസ്റ്റം അൺസ്റ്റേബിൾ ആകും. കാരണം ഈ മെറ്റാലിക് മൂവിങ് പാർട്സും കോയിൽസും എന്ത് ചെയ്യും, അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോ ഡൈനാമോമീറ്റർ വാട്ട് മീറ്ററിലുള്ള മെറ്റാലിക് മൂവിങ് പാർട്സ് കോയിൽസ് ഒക്കെ എന്ത് ചെയ്യും, നമ്മളുണ്ടാക്കുന്ന എഡ്ഡി കറൻറ്റിൻ്റെ കാരണത്താൽ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ എന്ത് ചെയ്യും, ഡിസ്റ്റോർട്ട് ചെയ്യും, അഥവാ ഡിസ്റ്റർബ് ചെയ്യാം. എന്തുണ്ട്, നമ്മൾ ഇലക്ട്രോ ഡൈനാമോമീറ്റർ വാട്ട് മീറ്ററിൽ എന്തുണ്ടാകും, ഇലക്ട്രിക് ഫീൽഡ് കാരണം അവിടെ എന്തുണ്ടാകുന്നുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മുടെ എഡ്ഡി കറൻറ്റ് കാരണമുള്ള ഫീൽഡ് എന്ത് ചെയ്യും, ഡിസ്റ്റോർട്ട് ചെയ്യും. അതുകൊണ്ട് നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, എഡ്ഡി കറൻറ്റ് ഡാമ്പിങ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പകരം ഏത് യൂസ് ചെയ്യാൻ പാടുള്ളൂ, എയർ ഫ്രിക്ഷൻ ഡാമ്പിങ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇനി എയർ ഫ്രിക്ഷൻ ഡാമ്പിങ് ഈസ് പ്രിഫേർഡ് ബിക്കോസ് ഇറ്റ് ഈസ് നോൺ മാഗ്നറ്റിക്. അല്ലേ, എയർ ഫ്രിക്ഷൻ ഡാമ്പിങ് എന്താണ്, നോൺ മാഗ്നറ്റിക് ആണ്. ഇൻട്രൊഡ്യൂസ് മിനിമൽ ഇൻ്റർഫറൻസ്. അല്ലേ, എയർ ഫ്രിക്ഷൻ ഡാമ്പിങ് ആകുമ്പോൾ നമുക്ക് എന്തില്ല, അവിടെ മാഗ്നറ്റിക് ഫീൽഡിനെ എന്ത് ചെയ്യുന്നില്ല, ഡിസ്റ്റോർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, അതേപോലെ തന്നെ പ്രൊവൈഡ് സഫീഷ്യൻറ്റ് ഡാമ്പിങ് വിത്തൗട്ട് എഫക്റ്റിംഗ് ദ അക്യുറസി ഓർ ടോർക്ക്. അല്ലേ, എന്തില്ല, ഈ എയർ ഫ്രിക്ഷൻ ഡാമ്പിങ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ
സിസ്റ്റത്തിൻ്റെ അക്യുറസിയെയോ ടോർക്കിനെയോ അത് ബാധിക്കത്തില്ല. അപ്പോൾ ഒന്നാമത്തെ ഇൻസ്ട്രുമെൻറ്റ് വാട്ട് മീറ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എയർ ഫിഷനാണ്. അതിൻ്റെ കാരണവും പറഞ്ഞു. ഇനി രണ്ടാമത്തേത് എന്താണ് നോക്കിക്കേ, 0 to 10 ആംപിയർ PMMC അമ്മീറ്റർ. PMMC എന്ന് പറയുമ്പോൾ പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ. പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ അമ്മീറ്ററാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഡാമ്പിങ് എഡ്ഡി കറൻറ്റ് ഡാമ്പിങ് ആണ്. ഫസ്റ്റ് എഴുതി വെക്കുക, എഡ്ഡി കറൻറ്റ് ഡാമ്പിങ് ആണ് ഇതിൽ യൂസ് ചെയ്യുക. PMMC ഇൻസ്ട്രുമെൻറ്റിൽ യൂസ് ചെയ്യുക. അമ്മീറ്റർ ആവട്ടെ വോൾട്ട്മീറ്റർ ആവട്ടെ, അവിടെ നമ്മൾ എഡ്ഡി കറൻറ്റ് ഡാമ്പിങ് ആണ് യൂസ് ചെയ്യുക. ഇനി എന്തുകൊണ്ടാണ് എഡ്ഡി കറൻറ്റ് ഡാമ്പിങ് യൂസ് ചെയ്യുന്നത്, എയർ ഫിഷൻ ഡാമ്പിങ് യൂസ് ചെയ്യാതെ? ഇവിടെ നോക്കിക്കേ, PMMC ഇൻസ്ട്രുമെൻറ്റ് പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആൾറെഡി ഹാവ് പെർമനൻറ്റ് മാഗ്നറ്റ് ഫീൽഡ് അല്ലേ. നമ്മൾ പെർമനൻറ്റ് മാഗ്നറ്റാണ് എന്ത് യൂസ് ചെയ്യാറ്, നോർത്ത് സൗത്ത് എന്ന് പറയുന്ന പെർമനൻറ്റ് മാഗ്നറ്റാണ് നമ്മുടെ കോയിലിന് ചുറ്റും നമ്മൾ എന്ത് ചെയ്യാറ്, യൂസ് ചെയ്യാറ് അല്ലേ. പഠിച്ചിട്ടുണ്ടാകും. പെർമനൻറ്റ് മാഗ്നറ്റുകളാണ് നമ്മൾ യൂസ് ചെയ്യാറ്. അതേപോലെ തന്നെ മെറ്റാലിക് മൂവിങ് പാർട്സുകളാണ് നമ്മൾ യൂസ് ചെയ്യാറ്. മെറ്റാലിക് മൂവിങ് പാർട്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തുണ്ടാകും, ഇവിടെ എഡ്ഡി കറൻറ്റ് ഡാമ്പിങ് യൂസ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാകും, ഈ പെർമനൻറ്റ് മാഗ്നറ്റ് ഫീൽഡ് കാരണമുള്ള എഡ്ഡി കറൻറ്റ് നമ്മുടെ എന്തിലുണ്ടാക്കും, ഈ മെറ്റാലിക് മൂവിങ് കോയിലിൽ എന്തുണ്ടാകും, ഒരു എഡ്ഡി കറൻറ്റ് ഉണ്ടാക്കും. അത് കാരണമുള്ള ഒരു മാഗ്നറ്റ് ഫീൽഡ് എന്ത് ചെയ്യും, നമ്മുടെ ഈ നീഡിൽ എന്തുണ്ടാക്കും, ഒരു ഡാമ്പിങ് പ്രൊവൈഡ് ചെയ്യും. നോക്കിക്കേ, ബാക്കി നോക്കിക്കേ. വെൻ ദ കോയിൽ മൂവ്സ് ഇറ്റ്സ് കട്ട് ത്രൂ ദ മാഗ്നറ്റ് ഫീൽഡ് അല്ലേ. മാഗ്നറ്റ് ഫീൽഡിന് എന്ത് ചെയ്യും, ഈ കോയിൽ കട്ട് ചെയ്യും. ജനറേറ്റിംഗ് എഡ്ഡി കറൻറ്റ് ഇൻ ദി അലുമിനിയം ഫോർമർ അല്ലേ. ഇവിടെ എന്തുണ്ടാകും, അലുമിനിയം ഫോർമർ ഉണ്ടായിരുന്നു അല്ലേ. അലുമിനിയം ഫോർമർ ഉണ്ടാക്കി അതെന്ത് ചെയ്യും, മാഗ്നറ്റ് ഫീൽഡിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കട്ട് ചെയ്യും. അത് കാരണം അവിടെ നിന്നുണ്ടാകും ഒരു എഡ്ഡി കറൻറ്റ് ഈ ഫോർമറിൽ പ്രൊഡ്യൂസ് ചെയ്യും. ദീസ് എഡ്ഡി കറൻറ്റ് ഓപ്പോസ് ദ മോഷൻ, ദസ് ഡാമ്പിങ് ദ ഓസിലേഷൻ അല്ലേ. ഈ എഡ്ഡി കറൻറ്റ് ഈ ഫീൽഡിൽ ഈ ഫോർമറിൽ എന്തുണ്ടാക്കും, ഒരു മാഗ്നറ്റ് ഫീൽഡ് ഉണ്ടാക്കും. അത് കാരണം ഇവിടെ എന്തുണ്ടാകും, ഒരു ഓപ്പോസിറ്റ് മോഷൻ ഉണ്ടാകും. അഥവാ ഈ ഫോർമറിൻ്റെ മോഷന് ഓപ്പോസിറ്റായിട്ടൊരു മോഷൻ ഉണ്ടാക്കും. അത് കാരണം അവിടെ എന്തുണ്ടാകും, ഒരു ഡാമ്പിങ് പ്രൊവൈഡ് ചെയ്യും. ഡാമ്പിങ് പ്രൊവൈഡ് ചെയ്താൽ എന്തുണ്ടാകും, ഓസിലേഷൻ ഇല്ലാതാക്കും. നമുക്ക് റീഡിങ് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. ഓക്കെയാണ് വിചാരിക്കുന്നു. ഇതിന് ആൻസർ പഠിച്ചു വെക്കുക.